Hello dear children, good morning. Welcome back to our social science class. Now we are going through the chapter Our Constitution. We have finished Constitution, Republic and the framing of the Indian Constitution in our previous class. Today's portion, the preamble of the Constitution. Now let's examine the preamble of the Constitution. Preamble means ആമുഖം. The preamble reflects the basic ideals and values of our Constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനമായ ആദർശങ്ങളും വാല്യൂസ്, അതായത് മൂല്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്നതാണ് അതിൻ്റെ ആമുഖം അല്ലെങ്കിൽ preamble. Jawaharlal Nehru, the first Prime Minister of India, prepared the preamble in his poetic style. It is described as the essence and key of the Constitution. The preamble clearly states and proclaims the objectives and goals of the Constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം പ്രിയാമ്പിള് കാവ്യാത്മകമായ ശൈലിയിൽ പൊയറ്റിക് സ്റ്റൈലിൽ എഴുതിയത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രിപ്പയർഡ് ദ പ്രിയാമ്പിൾ ഇൻ ഹിസ് പൊയറ്റിക് സ്റ്റൈൽ. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും അല്ലെങ്കിൽ താക്കോലും ഒക്കെയാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയാം. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ അതിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. Jawaharlal Nehru, the first Prime Minister of India, prepared the preamble in his poetic style. It is described as the essence and key of the Constitution. Look at the diagram showing the basic goals mentioned in the preamble. The preamble of the Indian Constitution goals. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സോവറിറ്റി, സോഷ്യലിസം, സെക്യുലാരിസം, ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. ഇനി ഈ ഗോൾസിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും നമുക്ക് വ്യക്തമായി പഠിക്കാം. ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾസ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ, സോവറിറ്റി. What is sovereignty? The complete power to take decisions on external and internal matters. What is sovereignty? The complete power to take decisions on external and internal matters. അതായത് ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. ബാഹ്യവും ആഭ്യന്തരവും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്തും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പുറത്തുമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരത്തിനെയാണ് എന്ത് പറയുന്നത്? സോവറിറ്റി അല്ലെങ്കിൽ പരമാധികാരം. നെക്സ്റ്റ്, സോഷ്യലിസം. സോഷ്യൽ ജസ്റ്റിസ് ഈസ് എൻഷുർഡ് ബൈ മിനിമൈസിങ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനീക്വാലിറ്റീസ് ഇൻ സൊസൈറ്റി. ദാറ്റ് ഈസ് സോഷ്യലിസം. അതായത് സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുക. സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ ഉള്ള അസമത്വങ്ങൾ കുറയ്ക്കുക. അതായത് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള, എല്ലാവർക്കും സാമൂഹ്യ നീതി ഈക്വലായിട്ട് നീതി എൻഷുർ ചെയ്യുക, നീതി, ഈക്വൽ നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സോഷ്യലിസം. നെക്സ്റ്റ്, സെക്യുലാരിസം. വാട്ട് ഈസ് സെക്യുലാരിസം? The citizens' right to profess and propagate the religion of their preference. The state does not favor any religion. The state has no official religion. എന്താണ് സെക്യുലാരിസം? അതായത് മതേതരത്വം. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഉള്ള പൗരന്മാർക്കുള്ള അവകാശമാണിത്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല. അതായത് ഏത് മതത്തിലും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം.
രാഷ്ട്രത്തിന് പ്രത്യേക മതമില്ല. ഒരു മതത്തിനോടും പ്രത്യേകം വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗികമായ മതം ഇല്ല. That is secularism. The citizens' right to profess and propagate the religion of their preference. The state does not favor any religion. The state has no official religion. That is secularism. Next, democracy. The government is run by the representatives elected by the people. That is democracy. Democracy means ജനാധിപത്യം. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. ജനങ്ങൾ ഇലക്ഷനിലൂടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഈ ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം. നെക്സ്റ്റ്, റിപ്പബ്ലിക്. അത് നമ്മൾ മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റിപ്പബ്ലിക്? ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻ. അതായത് രാഷ്ട്രത്തിൻ്റെ തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രത്തലവനെ ഇലക്ഷനിലൂടെ നിശ്ചയിക്കുന്നു. അതിനാണ് എന്ത് പറയുന്നത്? റിപ്പബ്ലിക്. റിപ്പബ്ലിക് മീൻസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ ഗോൾസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾസ് ഏതൊക്കെയാണ്? സോവറിറ്റി, സോഷ്യലിസം, സെക്യുലാരിസം, ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. നെക്സ്റ്റ്, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെൻ്ററി സിസ്റ്റം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ദ റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം. ഫസ്റ്റ് വൺ, പാർലമെൻ്ററി സിസ്റ്റം. പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. ഡ്യൂട്ടീസ് മീൻസ് കർത്തവ്യം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. ദ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ഫെഡറൽ സിസ്റ്റം, സംയുക്ത വ്യവസ്ഥ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഏതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്? പാർലമെൻ്ററി സിസ്റ്റം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ദ റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. I hope all of you got my class. Thank you.